നമസ്കാരം. രണ്ടാം പിണറായി സർക്കാർ മൂന്നാം വർഷത്തിലേക്ക് കടന്നു. ഏറെ വിവാദങ്ങളുടെ ഫ്രെയിമിലാണ് ഇപ്പോൾ ഇടത് സർക്കാർ. സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ അടക്കം വിവാദത്തിന്റെ സൈറൺ മുഴക്കിയ പലതുണ്ട് വാർഷിക ദിനത്തിൽ സർക്കാരിനെതിരെ. അതേസമയം 2016 മുമ്പും പിമ്പും കേരളം എങ്ങനെയെന്ന് വിലയിരുത്തണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറയുന്നത്. സർക്കാരിനെതിരെ നുണ പടച്ചുവിടുന്ന പ്രതിപക്ഷമാണ് കേരളത്തിലേതെന്നും ഇടതുപക്ഷം വിമർശിക്കുന്നു. മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന് എത്ര മാർക്ക്? ചീഫ് എഡിറ്റേഴ്സ് കോളം പരിശോധിക്കുന്നു. മുന്നോട്ടോ പിന്നോട്ടോ? രണ്ടാം പിണറായി സർക്കാർ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് വിലയിരുത്തുകയാണ് നമ്മളിന്ന്. എന്നോടൊപ്പം ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ശരിക്കും പറഞ്ഞാൽ 7ാം വാർഷികമാണ്. 5 കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ ശരിക്കും ഒരു ഇടത് സർക്കാരിന്റെ 7ാം വാർഷികം ആണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. പക്ഷേ ഒന്നാം വാർഷികത്തെ ഒന്നാം പിണറായി സർക്കാരിനെ വിലയിരുത്തുമ്പോൾ വളരെ മികവാർന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു. പ്രത്യേകിച്ചും ആരോഗ്യരംഗമടക്കം വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടന്നു. ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ കയ്യടി വാങ്ങുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ആ സർക്കാരിന് കഴിഞ്ഞു. പ്രത്യേകിച്ചും ഒരു പ്രളയവും അങ്ങനെയുള്ള ദുരന്തങ്ങളും ഒക്കെ ഒരു വന്ന സാഹചര്യത്തിൽ അത് വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ആ സർക്കാർ പോയിരുന്നു. അത് വിജയിച്ചിരുന്നു, പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ. മറ്റു മേഖലകളും മോശമല്ലാതെ പോയി. പക്ഷേ അതിൻ്റെ ഒരു തുടർ ഭരണം അവിടെ ലഭിക്കുമ്പോൾ ആ സർക്കാർ രണ്ടാം വർഷത്തിലേക്ക്, ഇപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം നേട്ടമുണ്ടായി, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ദിനത്തിൽ ഇവിടെ എനിക്ക് തോന്നുന്നു വളരെ കൊട്ടിക്കൊട്ടിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്, സ്വപ്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നൊരു പദ്ധതിയാണ് സിൽവർ ലൈൻ. ആ സിൽവർ ലൈനിൻ്റെ വേഗം, അല്ലെങ്കിൽ അത് എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ അതുണ്ടാക്കിയ വിവാദങ്ങൾ, കുറേ കുറ്റികൾ അവിടെ നാട്ടിയതല്ലാതെ അതിൽ നിന്ന് എന്ത് നേട്ടമുണ്ടാക്കാനോ അല്ലെങ്കിൽ ആ പദ്ധതി നടപ്പാക്കാനോ സർക്കാരിന് കഴിയാതെ പോയി എന്നുള്ളത് ഈ മൂന്നാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ സർക്കാരിന് വലിയൊരു തിരിച്ചടിയല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഒരു ഇടത് സർക്കാർ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചാൽ അത് നടപ്പാക്കി കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കേരളയിൽ ഇവിടെ എത്തി ശബരിമല വികസനം, പ്രത്യേകിച്ചും റെയിൽപാത, വിമാനത്താവളം അടക്കമുള്ള പല പദ്ധതികളും, വിഴിഞ്ഞം ഇപ്പോൾ അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് വരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്തെ റോഡുകളുടെ വികസനം, ദേശീയപാത വികസനമൊക്കെ വളരെ വേഗത്തിൽ പോകുന്നുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ഈ പ്രധാനപ്പെട്ട പല പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടോ അത് നടപ്പാക്കുന്നതിലോ അത് വിജയിപ്പിക്കുന്നതിലോ ഈ സർക്കാർ ഇത്രത്തോളം വിജയിച്ചു എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമായി നിൽക്കുകയല്ലേ? അതെ. ചിലപ്പോൾ നമ്മൾ ഈ തുടർഭരണങ്ങൾ എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും, ഏത് സംസ്ഥാനത്തെ നമ്മളെടുത്ത് പരിശോധിച്ചാലും തുടർഭരണങ്ങൾ എപ്പോഴും ആ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പതനത്തിലേക്കാണ് പോയിട്ടുള്ളത്. നമ്മൾ പശ്ചിമ ബംഗാളാണെങ്കിലും ത്രിപുര ആണെങ്കിലും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ എല്ലാം തുടർഭരണം ഉണ്ടായിരുന്നു. തുടർഭരണത്തിന് ഒരു അപ്രമാദിത്വം ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ബംഗാളിൽ എതിരാളികളില്ലാതെ പോകും, ത്രിപുരയിൽ അങ്ങനെയാവുന്നു. പക്ഷേ അവിടെ എല്ലാം ഈ പറയുന്ന പാർട്ടി തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയും ഏകദേശം അതിൻ്റെ വക്കിലാണ് എന്ന് പറയേണ്ടി വരും. തുറന്നു പറയുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാര്യം കഴിഞ്ഞ 2010 നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 16 മുതലുള്ള കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ അന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ തലക്കെട്ടിൽ സൂചിപ്പിച്ചിരുന്ന പോലെ 2016 മുമ്പുള്ള ഒരു കേരളമൊന്നും 2016 ശേഷമുള്ള ഒരു കേരളമൊന്നും നമുക്ക് തരംതിരിച്ച് പറയാൻ പറ്റും. തീർച്ചയായും പറ്റും. അതിന് മുൻപുണ്ടായിരുന്ന പല ഘടകകക്ഷികൾ ഉണ്ടായിരുന്നു. ഘടകകക്ഷികളെ പ്രീണിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആകപ്പാടെ എടുത്തു പറയത്തക്ക വികസനങ്ങളൊന്നും ഉണ്ടായില്ല. അതേസമയം നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ 2016 ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കിഫ്ബി പോലുള്ള ആൾക്കാരുമായി ചേർന്നിട്ട് കിഫ്ബിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി അതിലൂടെ ഫണ്ട് കണ്ടെത്തുകയും തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിപുലീകരിക്കാനും അവയൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമുകളിലേക്ക് മാറ്റാനും അങ്ങനെ വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അദ്ദേഹം ആ മന്ത്രിയുടെ എടുത്തു തന്നെ പറയേണ്ട കാര്യം രവീന്ദ്രനാഥ് സാറിനെ കുറിച്ച് വളരെ ഒരു മാഷിന്റെ എല്ലാ ചുറ്റവട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ കഴിവും ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്തെ നല്ല രീതിയിൽ മികച്ച ഒരു വിദ്യാഭ്യാസ മേഖലയാക്കി മാറ്റാൻ കഴിഞ്ഞത്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ വരുത്താൻ KT ജലീലിനെ പോലെ ഒരു മന്ത്രിക്ക് സാധിച്ചു. ആരോഗ്യ മേഖലയിൽ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ടീച്ചറെ കൊണ്ട് സാധിച്ചു. അപ്പം ഇങ്ങനെ ഈ രീതിയിലെല്ലാം ഒരു വികസനം 2016 ശേഷം കേരളത്തിൽ സംഭവിച്ചു. അതിനിടയിൽ നമ്മുടെ ദോഷവശം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭാഗ്യമെന്നോ ദൗർഭാഗ്യമെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രളയം ഇവിടെ കേരളത്തിനെ തകർത്തത്. പക്ഷെ പ്രളയമെല്ലാം പെട്ടെന്ന് റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നതിന് ശേഷം കേരളത്തെ വീണ്ടും
പുനർനിർമ്മിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത് വളരെ ഭംഗിയായി തന്നെ ആദ്യഘട്ടത്തിൽ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് പല പദ്ധതികളും എങ്ങനെയായി തീർന്നു എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ സംശയത്തിന് നിലയിൽ തന്നെയാണ്. സാർ നേരെ സൂചിപ്പിച്ച പോലെ സിൽവർ ലൈൻ അത് എവിടെയാണ്? ആ പദ്ധതിയെക്കുറിച്ച് ഊറ്റം കൊണ്ടുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു ഇവിടെ മുഖ്യമന്ത്രി പല വേദിയിലും. നമ്മൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറയുമായിരുന്നു, വാട്ടർ മെട്രോ ഒരിടത്ത് വരും, അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ മെട്രോയും കേരളയിലും എല്ലാം കൂടി വരുന്ന സംഗമിക്കുന്ന ഒരു പ്രദേശമാക്കി അതിനെ മാറ്റും എന്നൊക്കെ അദ്ദേഹം തൃക്കാക്കരയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുക നമ്മൾ കേട്ടതാണ്. തൃക്കാക്കരയിലെ പരാജയത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം കേരളയിൽ തന്നെയാണ്. സിൽവർ ലൈനിൽ ജനങ്ങളിൽ ഉണ്ടാക്കിയ രോക്ഷം, പ്രത്യേകിച്ചും ആ മണ്ഡലത്തിൽ പ്രതിപക്ഷം അത് വളരെയധികം ഉപയോഗപ്പെടുത്തി. ജനം അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന തെരഞ്ഞെടുപ്പിലൂടെ LDF മനസ്സിലാക്കുകയും ചെയ്തു. അതായിരിക്കും ഒരു പിന്നോക്ക പോക്കിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി ഞാൻ വിലയിരുത്തുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം അതിശക്തമായിരുന്നല്ലോ സാർ. നമുക്കറിയാം കഴക്കൂട്ടം മുതൽ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ജനവും പോലീസും തമ്മിൽ ശക്തമായ സംഘർഷം നടന്നിട്ടുണ്ട്. അവര് വളരെ മാരകമായ രീതിയിൽ അവരെ ഉപദ്രവിക്കുന്നത് നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അപ്പം ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഈ ഒരു സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുള്ളത്. തന്നെയല്ല, പിന്നീട് ഇങ്ങോട്ട് വന്ന മന്ത്രിമാരിൽ നിന്നും അത്ര തന്നെ അഗ്രഗണ്യരെന്ന് പറയാൻ പറ്റുന്നവരാരും തന്നെ ഉണ്ടായിരുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട, ശ്രീനാഥ് പറഞ്ഞ പോലെ അതൊരു പ്രധാനപ്പെട്ട കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെയും അവരുടെ പരിചയം പാർട്ടി തലത്തിലുള്ളൊരു സീനിയർ ലെവലിലുള്ളവരാണല്ലോ ആദ്യ മന്ത്രിസഭയിൽ വന്നത്. പക്ഷേ രണ്ടാം മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ അത്രയും പ്രഗത്ഭമതികളായിട്ടുള്ള മന്ത്രിമാരെ നമുക്ക് കിട്ടി. എക്സ്പീരിയൻസ് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ആണെങ്കിൽ ഏത് മേഖലയെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുമ്പോഴും രാഷ്ട്രീയത്തിൽ യുവാക്കൾക്ക് നേതൃസ്ഥാനങ്ങളിലേക്ക് കൊടുക്കാം. പക്ഷെ മന്ത്രിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാടവം ഉണ്ടായിരിക്കണം. അത് നമുക്കറിയാം, ലീഡർ എന്ന വിളിപ്പേരുള്ള കരുണാകരൻ ഇവിടെ അതിനൊരു പ്രാവീണ്യമുള്ള ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നു. അപ്പോൾ അതുപോലെ അതിനൊരു പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭരിക്കാൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ സംഭവിക്കും. ആരോഗ്യ മേഖലയുടെ അവസ്ഥ നമുക്കറിയാം. ആരോഗ്യ മേഖല അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആരോഗ്യ മേഖലയെ കുറിച്ച് ഇപ്പൊ നമുക്കറിയാം ഡോക്ടർ വന്ദനയുടെ മരണം. അപ്പം അങ്ങനെ അതോടൊപ്പം ശിശുമരണ നിരക്ക് കട്ടപ്പാടിയിൽ കഴിഞ്ഞ ദിവസം പിന്നെ ഗർഭസ്ഥ ശിശു മരിച്ചു. അപ്പം നവജാത ശിശുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മരണം നമ്മുടെ കേരളത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. മതിയായ ചികിത്സ കിട്ടാതെ രോഗികൾ മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ ഈ രീതിയിലെല്ലാം ആരോഗ്യ മേഖലയും തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സിൽവർ ലൈൻ പദ്ധതി ഒരു വഴിക്കും എത്തിയിട്ടില്ല എന്നുള്ളതും ഇതിനുവേണ്ടി മുടക്കിയ പണം, അത് ഖജനാവിൽ നിന്ന് ഇറക്കിയ പണം തന്നെയാണ് ഇതിനുവേണ്ടി ഇതുവരെയുള്ള നീക്കങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ദുർവ്യയമാണ് നടന്നത്. ഇതൊരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പദ്ധതിയാണ്. അതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പാരിസ്ഥിതിക ആഘാത പഠനമോ ഇതിന് വേണ്ട രീതിയിലൊന്നും നടന്നിട്ടില്ല. കൃത്യമായ ഒരു DPR തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ രീതിയിലെല്ലാം സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്യാതെ പോകുന്നു. അതിന് ഉത്തരവാദിത്തം. ഈ സിൽവർ ലൈൻ അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇനിയിപ്പോൾ ഈ വന്ദേ ഭാരതൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ ആ ഉദ്ഘാടന വേദിയിൽ പോലും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ, സിൽവർ ലൈനിനെ കുറിച്ച് ഒരു അക്ഷരം പറയാതെ ഒന്നും ഉരിയാടാത്ത മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പം K-ഫോണിനെ കുറിച്ചും മറ്റതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു ആവശ്യമില്ലാത്ത ഒരു ചിന്തയായി പോയി എന്നുള്ളത് മനസ്സിലാക്കി എങ്കിൽ അത് കൊള്ളാം എന്നാണ് ഇപ്പോൾ ജനത്തിന്റെ ഒരു മറുപടി, അല്ലെങ്കിൽ ജനത്തിന്റെ ഒരു വിലയിരുത്തൽ അത്തരം ആ തലത്തിലായതുകൊണ്ടാകാമല്ലോ അങ്ങനെ ഒരു ഇതിലേക്ക്. മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ നികുതി ഭാരം 5000 കോടിയോളം രൂപയുടെ നികുതി ഭാരമാണ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. വില വർധനകൾ ഭയങ്കരമായിട്ട് സംഭവിക്കുന്നു. അങ്ങനെ നികുതി ഭാരം കൂടുന്നതനുസരിച്ച് ജനങ്ങളുടെ ജീവിത രീതിയിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വരുന്നു. അവരുടെ ജീവിത മുന്നോട്ട് പോക്കിൽ തന്നെ വളരെയധികം ബാധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു പ്രധാന പ്രശ്നങ്ങൾ കൂടി ഇപ്പോൾ ഇവിടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത് ഒരുപക്ഷെ കേരളം കടത്തിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിന് അത്തരം ഒരു നടപടി എടുക്കേണ്ടി വന്നതാകാം. എങ്കിൽ കൂടിയും ഒരു കാര്യമായ ഒരു ചിന്ത ഈ ധനവകുപ്പിൽ നിന്നുണ്ടാകാതെ പോയി എന്നുള്ളത് അല്ലേ അത് മനസ്സിലാക്കേണ്ടത്? അതെ സാർ. കാര്യം ഇവരാദ്യം ഭരണത്തിലേറുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യം കേരളത്തിനെ വിലക്കുറവിലേക്ക് എത്തിക്കും എന്നാണ്. വില വർധനവ് കുറെ കാലത്തേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ ചിന്തിച്ചാൽ മദ്യത്തിന്റെ വില ഏകദേശം ഇരട്ടിയോളം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മദ്യത്തിന്റെ വില.
അതോ ലോട്ടറിയിൽ നിന്നുള്ള അത് അവിടെ നിൽക്കട്ടെ. ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം അത് നേരത്തെ മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാനമാണ്. 80-കളിൽ മുതൽ ലോട്ടറിയുടെ വരുമാനം സംസ്ഥാന സർക്കാരിന് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരു വാഹനം വാങ്ങുന്നതിനുള്ള നികുതി, ഭൂനികുതി വർദ്ധിപ്പിക്കുക, ന്യായവില വർദ്ധിപ്പിക്കുക, സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുക, അങ്ങനെ ഓരോന്നിനെയും നികുതി വർദ്ധിപ്പിക്കുക. നമുക്ക് പെട്രോൾ ഡീസൽ വില വർധനവ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അല്ല, അതിൽ നിന്ന് കിട്ടുന്ന അധിക വരുമാനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എന്ന് നേരത്തെ നമുക്കറിയാം. ആന്റണി ഇരുന്ന സമയത്ത് അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സമയത്തും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ അധിക വരുമാനം വേണ്ട, നികുതി വേണ്ട എന്ന് പറയുന്നിടത്ത് നിന്നുണ്ട് നികുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ വസ്തുവിനും നമുക്കറിയാവുന്ന പോലെ ഡീസലിന്റെയും പെട്രോളിന്റെയും ഇന്ധന വില വർധനവാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനമെന്നും പൊതുവിൽ നമ്മൾ പറയാറുണ്ട്. അതാണ് സത്യവും. അപ്പം ഈ രീതിയിൽ അങ്ങനെ ഒരു വില വർധനവ് വരുമ്പോൾ ലിറ്ററിന് 2 രൂപ വെച്ച് കൂടുമ്പോഴും ഇവിടെ സംഭവിക്കുന്നത് ഇതിന് അനുപാതികമായ വില വർധനവ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കിറ്റിന്റെ ഉപയോഗം മന്ത്രി കയറിയ സമയത്ത് തന്നെ മന്ത്രി GR അനിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു, ഇനി കിറ്റ് ഉണ്ടാവില്ല. കിറ്റിന് അതിന്റെ പേരിലും ഇവിടെ അഴിമതി നടന്നു. കിറ്റിന് സാധനങ്ങൾ ഇറക്കിയതിന്റെ പേരിൽ അഴിമതി നടന്നു. അതില് എന്തിനാ പറയാ, തുണിസഞ്ചിയുടെ പേരിൽ പോലും അഴിമതി നടന്ന ഒരു നാടായി കേരളം മാറിക്കഴിഞ്ഞു. അതിനുശേഷം ഇപ്പൊ കേൾക്കുന്നത് അന്ന് നടത്തിയിരുന്ന PPE കിറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്തതിനകത്ത് അതിലും അഴിമതി നടന്നിരിക്കുന്നു. അപ്പൊ എല്ലാ തരത്തിലും അന്ന് ഉയർന്നു വന്ന മറ്റൊന്ന് സ്പ്രിംഗ്ലർ വിവാദം ആ കാലഘട്ടത്തിൽ അവരുടെ ഡേറ്റ കൈമാറുന്നതായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. പക്ഷെ അതൊക്കെ സർക്കാരിന്റെ കുറെ പോസിറ്റീവ് സൈഡ് കൊണ്ട് അതൊക്കെ മാഞ്ഞു പോയി. ഇത്തരം വിവാദങ്ങൾ മറികടക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ അന്ന് ചെയ്തിരുന്നു. ഇപ്പോൾ പക്ഷെ അത് എത്രത്തോളം ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം സ്വപ്ന സുരേഷ് ഉയർത്തിയ സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് അതിന്റെ അലവിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അത് മറികടന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സർക്കാരിന് കഴിയാതെ പോകുന്നു, അല്ലെങ്കിൽ അതിപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല. അതെ, പക്ഷെ സാർ അതിന്റെ ഒരു തുടക്കം 2020-കളിലായിരുന്നല്ലോ അതിന്റെ ഒരു തുടക്കം വരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് സ്വപ്ന സുരേഷ്. പക്ഷെ ആ ഒരു വിഷയം കത്തി നിൽക്കുകയും ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അടക്കം നിരവധി സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഈ വീണ്ടും തിരിച്ചു പിടിച്ച് കയറി വരാൻ അന്നത്തെ പിണറായി വിജയൻ നയിച്ചുകൊണ്ടിരുന്ന സർക്കാരിന് കഴിഞ്ഞു. ഒരു തുടർഭരണം ഉറപ്പാക്കാൻ കഴിഞ്ഞു. ആ സമരം നമ്മളൊന്ന് നോക്കേണ്ടത് ആ ഭരണം അവസാനിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. ഇവിടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ സമരം ചെയ്ത് അതൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഉയർത്തിക്കാട്ടപ്പെട്ടിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അതിനെയൊക്കെ അപ്പുറം നിന്നുകൊണ്ട് ജനം ചിന്തിച്ചത് അവർക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി കിട്ടി തുടങ്ങി. പാർട്ടി പ്രവർത്തകർ കൃത്യമായി പൈസ അവരുടെ വീടുകളിൽ കൊണ്ട് ക്ഷേമ പെൻഷൻ കൊണ്ട് എത്തിക്കുന്ന ഒരു അവസ്ഥ വന്നു. അല്ല, ഇപ്പോൾ അത് എത്രത്തോളം കിട്ടുന്നുണ്ട്, എത്രത്തോളം മുടങ്ങിക്കിടക്കുന്നു? ഇതിനെക്കുറിച്ച് സർക്കാർ ജീവനക്കാരുടെ അലവൻസുകൾ എത്ര മുടങ്ങിക്കിടക്കുന്നു? KSRTC ജീവനക്കാരുടെ ശമ്പളമില്ലാത്ത പ്രശ്നം നിലനിൽക്കുന്നു. ഇതൊന്നും പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനം, അല്ലെങ്കിൽ ഈ അഴിമതി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പല ഇടപെടലുകളും നടക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോഴാണ് ഇന്ന് പ്രതിപക്ഷം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിനെ മുഖ്യമന്ത്രി നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ശരിയാണോ എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും വേണ്ട രീതിയിൽ കാണാതെ നുണപ്രചരണവുമായി UDF മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ BJP മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നുണയാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതല്ലേ? ഇല്ല, നുണപ്രചരണമാണ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റുന്ന കാര്യമാണോ സാർ? നമുക്കറിയാമല്ലോ, സ്വപ്ന സുരേഷിന്റെ കേസിൽ ഉയർന്നു വന്ന സമയത്ത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. അതിനോടൊപ്പം പ്രതിപക്ഷം പറഞ്ഞിരുന്നു, ഈ BJP-ക്കാർ പറഞ്ഞിരുന്നു. പിന്നീട് അന്ന് മുഖ്യമന്ത്രി നിഷേധിച്ചു, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് എന്താ മനസ്സിലായത്? M. ശിവശങ്കറിനെ പോലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ കേട്ടത് എന്തൊക്കെയായിരുന്നു? 2 പുസ്തകങ്ങളാണ് സാർ ഇറങ്ങിയത്, ഇല്ലേ? അശുദ്ധമായ ഒരു ആനയല്ല എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറങ്ങി. അത് കഴിഞ്ഞപ്പോ ചതിയുടെ പത്മവ്യൂഹം എന്ന് പറഞ്ഞിട്ട് സ്വപ്ന സുരേഷ് പുസ്തകം ഇറക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി. ശിവശങ്കറിന് പക്ഷെ അതിൽ നഷ്ടം വന്നു പുസ്തകം ഇറക്കിയതിനകത്ത്. പക്ഷെ സ്വപ്ന സുരേഷിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വന്നു. പക്ഷെ അപ്പോഴത്തേക്കാണ് ചതിയുടെ പത്മവ്യൂഹം വന്നത്. അത് ഹോട്ട് സെല്ലർ ആയി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പം ഈ രീതിയിൽ അപ്പൊ മുഖ്യമന്ത്രി പറയുന്നതല്ലേ പലയിടത്തും കള്ളമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഓഫീസിന് പങ്കില്ല, എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമുക്കറിയാം, ഈ
വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ പാർട്ടി പ്രവർത്തകർ ഇട്ട് നടക്കുന്ന മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഫ്ലെക്സ് ബോർഡുകൾ നിരവധി വന്നതാണ്. അപ്പം ഇതൊക്കെ നമ്മൾ പരിഗണിച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരോക്ഷമായും പ്രത്യക്ഷമായും പങ്കുള്ള പല കേസുകളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അടുത്ത നമുക്കറിയാം. ഇപ്പൊ AI ക്യാമറയും ബന്ധപ്പെട്ട് അവിടെയും അഴിമതി നടന്നു. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് ഒന്ന് തിരിച്ച് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. സംസ്കാരശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചീഫ് എഡിറ്റേഴ്സ് കോളം തുടരുന്നു. നമ്മൾ അവസാനിപ്പിച്ചത് ഈ അഴിമതിയും വിവാദങ്ങളെ കുറിച്ചുമാണ്. അവിടെ ഈ പറഞ്ഞു വന്ന പോലെ ശ്രീനാഥ്, ഈ AI ക്യാമറ അതിനെക്കുറിച്ചൊന്നും മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ കുറെ നാളുകളായി എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി മിണ്ടില്ല. ഇന്ന് ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു, വിമർശനങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു റേഡിയോ ആണോ എന്നുള്ളൊരു സംശയമാണ് പലരും. അതെ, റേഡിയോ ആണോ, ആകാശവാണിയാണോ എന്നൊരു. അതെ, കാര്യം നേരത്തെയൊക്കെ പത്രസമ്മേളനം നടത്തുമായിരുന്നു. പത്രസമ്മേളനം ഓരോ കാര്യത്തിനും മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമായിരുന്നല്ലോ. അപ്പൊ ആ പത്രസമ്മേളനത്തിൽ പല ചോദ്യങ്ങളും വരും, അതിനെല്ലാം മറുപടി കൃത്യമായി പറയും. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് ശക്തമായി പ്രതികരിക്കും. പക്ഷെ ഈ കാലഘട്ടങ്ങളിലൊന്നും നമുക്ക് സ്വപ്ന സുരേഷ് അതിശക്തമായ രീതിയിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പരിഹസിച്ചുകൊണ്ടും അല്ലാതെയും ശക്തമായ ആരോപണം ഉന്നയിച്ചപ്പോൾ എന്തായിരുന്നു സാർ മുഖ്യമന്ത്രിയുടെ പ്രതികരണം? ഇപ്പോഴും അത് തന്നെ സംഭവിക്കും. പിന്നെ കെ ഫോണിൻ്റെതായാലും സിൽവർ ലൈൻ്റെതായാലും ഈ AI ക്യാമറ ആയാലും അതുപോലെ ഈ മറ്റേ ആശുപത്രിയിൽ ഉണ്ടായ ദാരുണമായ സംഭവങ്ങളെ കുറിച്ചായാലും താനൂർ ബോട്ട് ദുരന്തത്തിനെ കുറിച്ചായാലും ഒന്നും ഉരിയാടാതിരിക്കാൻ, മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറിക്കഴിഞ്ഞു പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷെ ഇതിനെയൊക്കെ എന്തോ കൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടി അടയ്ക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ മൗനം എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. മൗനം വിദ്വാന് ഭൂഷണം എന്നുള്ളതുണ്ടാവും. അല്ല, അതുകൊണ്ട് ആവില്ല സാർ, ഒന്നും പറയാൻ കാണത്തില്ല. കാര്യം ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന ഒന്നാമത് നമ്മളെ പോലുള്ള ആൾക്കാർ അവിടെ പോയിരുന്നുണ്ട് ചോദിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് പോയിരിക്കുന്നവരാണ്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് കാണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ എന്നേ ഒരു പത്രസമ്മേളനം വിളിക്കേണ്ടതാണ്. നമുക്കറിയാമല്ലോ സാർ, ഗവർണറുമായിട്ടുള്ള വിഷയം വന്നു. ഗവർണറുമായിട്ടുള്ള വിഷയം വന്ന സമയത്ത് മുഖ്യമന്ത്രി എന്ത് ചെയ്ത് എല്ലാ ദിവസവും പത്രസമ്മേളനം വിളിക്കും. കോവിഡ് കാലം അവിടെ നിൽക്കട്ടെ, കോവിഡ് കാലത്ത് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൃത്യമായി എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ മുഖ്യമന്ത്രി വരുന്നു, കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം അക്കാലങ്ങളിൽ നടന്നതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ അങ്ങനെ ഒരു പത്രസമ്മേളനം കണ്ടിട്ട് കാലം കുറയായി. നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പത്രസമ്മേളനത്തിലൂടെ എന്താണ് പറയുക, അതിന്റെ ഒരു ബ്രേക്കിംഗ് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതിപ്പോ NGOയുടെ സമ്മേളനങ്ങളിലും അതുപോലെ മറ്റ് സംഘടനകളുടെ സമ്മേളനങ്ങളിലും ഉദ്ഘാടന ചടങ്ങുകളിലും മാത്രമായി മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അപ്പം PD സതീശൻ ചോദിച്ചതിനകത്ത് തെറ്റൊന്നുമില്ല. ആകാശവാണിയാണോ എന്ന് ചോദിച്ചതിനകത്ത് ഒരു തെറ്റുമില്ല. പറയുന്ന മാത്രം കേൾക്കുക, അത്രയേ ഉള്ളൂ ഇപ്പൊ സംഭവിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ 2016 ശേഷമുള്ള സംസ്ഥാനത്തെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. 2016 മുമ്പ് എന്താണ് UDF സർക്കാർ ഇവിടെ ചെയ്തു വെച്ചതെന്നും അദ്ദേഹം കൃത്യമായി ചോദിക്കുന്നുണ്ട്. അക്കമിട്ട് ചില ഈ വികസന നേട്ടങ്ങൾ അദ്ദേഹം പറയുന്നുമുണ്ട്. ശരിയാണ്, നമുക്കത് വിലയിരുത്താം. 2016 മുമ്പ് എന്ത് സംഭവിച്ചു, 2016 ശേഷമുള്ള കേരളം എങ്ങനെയാണ് എന്നുള്ളത്. അതിന് ചില സാഹചര്യങ്ങളാണ് വഴിയൊരുക്കിയത് നമ്മൾ മനസ്സിലാക്കണം. പ്രളയമടക്കം അല്ലെങ്കിൽ ഈ കോവിഡ് അടക്കമുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ വന്നപ്പോൾ നിപ്പയുണ്ട്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സർക്കാരിന് മുന്നിലേക്ക് ചില വെല്ലുവിളികൾ വന്നപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും പല വെല്ലുവിളികളും സർക്കാരിന് മുന്നിൽ ഉണ്ടായിട്ടും അത് എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ചിന്ത എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയായ രീതിയിലാണോ ചിന്ത പോകുന്നത് എന്ന് തോന്നുന്നില്ല. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് സർക്കാരിന് മുന്നിൽ വെച്ചതാണ്. എത്രത്തോളം ഇപ്പോഴത്തെ ഈ പാർട്ടി പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ട്? ഇവിടെ യുവജന സംഘടനകൾ എത്രത്തോളം പോകുന്നുണ്ട്?
മറ്റ് സംഘടനകൾ നിരവധി ഉണ്ടല്ലോ, അവരെല്ലാം എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്? ഈ ഇടത് സർക്കാരിൻ്റെ ഈ ഭരണം ഇന്നിപ്പോൾ ഈ ഭരണ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പോലും സംശയമുണ്ട്. അതെ, ഈ കഴിഞ്ഞ 2 വർഷം ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നിരവധി കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല സത്യത്തിൽ. കാര്യം നമ്മൾ അറിയാമല്ലോ സാറേ, ഇപ്പം നമുക്ക് എടുത്തു പറയാൻ ഇപ്പം മുഖ്യമന്ത്രി തന്നെ എടുത്ത് പറയുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട്, പിന്നെ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് 6 ലക്ഷത്തോളം വീടുകൾ വെച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട്. ഒരു പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളമാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ പ്രോജക്റ്റിന് വേണ്ടി ലൈഫ് മിഷന് വേണ്ടി പണം ചെലവാക്കുന്നത്. 4 ലക്ഷം രൂപയോളം. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതിനേക്കാൾ വളരെ കുറച്ച്, ആന്ധ്രാപ്രദേശിലൊക്കെ 1.80 എങ്ങാണ്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ ഇത്രയും പൈസ കൊടുത്തുകൊണ്ട് 6 ലക്ഷത്തോളം വീടുകൾ വെച്ചു കൊടുത്തു. അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതിന്റെ പിന്നിലുള്ള അഴിമതി നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ആ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പിന്നെ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പറയുമ്പോഴും ഇതിനകത്ത് നടന്നിട്ടുള്ള അഴിമതിയെ കുറിച്ചും കൃത്യമായി സൂചനകളുണ്ട്. ഉറപ്പായിട്ടുമുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചുറ്റിക്കളികൾ, അഴിമതികൾ. ഇനിയിപ്പം സ്വപ്ന സുരേഷ് പറഞ്ഞ യാഥാർത്ഥ്യമാണോ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒന്നും പറയാതിരിക്കുന്നു അതിനെ കുറിച്ച്? പക്ഷെ അവിടെ ഒരു ഒത്തുകളി ഇല്ല എന്നുള്ളൊരു സംശയം ഒന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. BJP കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒത്തുകളി ആണ് ഇതിന് ഈ കേസ് ഇങ്ങനെ പോകുന്നത്. അതിലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഇവിടെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഈ ഉണ്ടായ പല പ്രശ്നങ്ങളിലും ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ ഒരു വലിയ അന്വേഷണ പരമ്പര തന്നെ ഉണ്ടായി. അത് ഇപ്പോഴുണ്ടായ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്നൊക്കെ തന്നെ പറയാം. എത്ര നാൾ കൊണ്ടാണ് കേന്ദ്ര ഏജൻസി പല വിഷയങ്ങളിലും ഇവിടെ അന്വേഷണം നടത്തുന്നത്? കഴിഞ്ഞ 3 വർഷമായിട്ട് കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ED ഇവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ല സാർ. എന്തെങ്കിലും ഫലം ഉണ്ടായോ? നമ്മളിത് കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ. എത്ര പേരെ ചോദ്യം ചെയ്തു, എന്നിട്ട് എന്തായി? ഒന്നും ആയില്ല. SNC ലാവലിൻ കേസിന് എന്ത് സംഭവിച്ചു? നീണ്ടു പോകല്ലേ. എത്ര തവണ ആ കേസ് മാറ്റി വെച്ചു? എന്തെങ്കിലും ആവുമോ? അപ്പൊ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കഴമ്പ് ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരില്ല. പിന്നെ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലെ അല്ലെങ്കിൽ CPM-ലുള്ള ആൾക്കാർ പലരും ഇന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണെന്ന് പറയേണ്ടി വരും സാർ. കാര്യം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ നമുക്കറിയാം, ഈ പാർട്ടി പ്രവർത്തകർ നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങി ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന കാഴ്ച നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. അപ്പം ഒരു പദ്ധതിയിലെ നല്ലതിനെയും ചീത്തയും എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ആ ഒരു ചർച്ച നടക്കുകയും അത്തരത്തിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് ലഘുലേഖകൾ വീടാന്തരം കയറി ഇറങ്ങി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിൽ പണ്ടുണ്ടായിരുന്നു. അതൊക്കെ മറഞ്ഞുപോയി. ഇന്ന് അങ്ങനെ അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാറില്ല. പിന്നെ അതുപോലെ കവലപ്രസംഗങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഒരു ഇലക്ഷനൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു പ്രത്യേക വിഷയം ഉണ്ടായി കഴിയുമ്പോൾ ചർച്ച ചെയ്യപ്പെടും. ഞാൻ ആഗോളവൽക്കരണത്തിനെതിരായിട്ടുള്ള ചർച്ചകളും ഒക്കെ നമ്മൾ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഉള്ള വിശദമായ പഠനങ്ങളെ കുറിച്ച് വന്നിട്ടുണ്ട്. എന്തിനേറെ ആഗോളതാപനത്തെക്കുറിച്ച് വരെ ചർച്ചകൾ നടന്നിട്ടുള്ള ഒരു പാർട്ടി തന്നെയായിരുന്നു. പക്ഷെ ഈ രീതിയിലൊന്നും ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇടതുപക്ഷക്കാർക്കോ ഇപ്പൊ പറ്റുന്നില്ല. അവർക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ള അവരെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ന്യായീകരിക്കാൻ എന്താണ് മാർഗം എന്നത് മാത്രമാണ് അവരിപ്പോ ദിവസേന വരുന്ന ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് എങ്ങനെ ന്യായീകരണം കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ച് അവര് ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയോ, അപ്പോൾ ഉടനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചെറിയൊരു ഇവന്റ് ഉണ്ടാവും, ചെറിയൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഉടനെ സോഷ്യൽ മീഡിയയിൽ അടുത്ത വരുന്നത് ഇത് പണ്ട് ഏതെങ്കിലും ഒരു ഉമ്മൻചാണ്ടിയുടെ കാലത്തോ കെ കരുണാകരന്റെ കാലത്തോ ആന്റണിയുടെ കാലത്തോ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് ഇത് സോഷ്യൽ മീഡിയയിലൂടെ ട്രോള് വഴി ഇത് അവതരിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ പാർട്ടി പ്രവർത്തകർ ചെയ്യുന്നത്. അതിന് സൈബർ വിങ് വേറെ ഉണ്ടെങ്കിൽ അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ന്യായീകരിക്കുക. അന്ന് ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ആകാം എന്നുള്ള രീതിയിലേക്ക് അധപ്പതിക്കുന്ന തരത്തിലാണ് അവരുടെ ന്യായീകരണം പോകുന്നത്. അന്നാ ഇതിനെ തിരുത്തുക. പക്ഷേ ആ ന്യായീകരണങ്ങളും വളരെ നിഷ്ക്രിയമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, പാർട്ടി പ്രവർത്തകർ നമ്മുടെ വീടുകൾ കയറി ഇറങ്ങുക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രസംഗങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആവേശം വളരെ വലുതാണ്. പക്ഷെ ഇപ്പോൾ അത്രത്തൊരു ആവേശം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന പല പ്രശ്നങ്ങളും ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഇതെല്ലാം ഞങ്ങളെ പറ്റിക്കാനാണെന്നൊരു തോന്നൽ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് കൂടി ആകാം അത്തരമൊരു കാര്യങ്ങളൊന്നും ഫലിക്കാതെ പോകുന്നതാണ്. അതിന് കാരണം സാറേ, നമ്മള് മാധ്യമങ്ങൾ കുറെ കൂടെ വലുതായി, വിജിലന്റ് ആയി. നമ്മൾ തന്നെയല്ല, ഈ സ്പേസ് കൂടിപ്പോയി. ഇപ്പൊ നമ്മൾ നേരത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ പത്രത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ടെലിവിഷൻ, ദൂരദർശനിലേക്ക് വരെ എത്തി.
അവിടെ നിന്ന് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മറ്റ് സ്വകാര്യ ചാനലുകളിലെ ഒരു കടന്നുവരവുണ്ടായി. ആ സ്വകാര്യ ചാനലുകൾ കുറേശ്ശെ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ എവിടെ നോക്കിയാലും ചാനലുകളുടെ ബഹളമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതോടൊപ്പം ടെലിവിഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പത്രങ്ങളുണ്ട്, പത്രങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആയി. അപ്പൊ എല്ലാവരും കുറച്ചുകൂടെ വിജിലന്റ് ആയി. പത്രങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം കുറെ കൂടെ വിജിലന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ രീതിയിൽ ഇവരുടെ ഇതൊന്ന് ഏശാതെ വരുന്നത്. പല കാര്യങ്ങളിലും ഈ കൃത്യമായി പല പ്രശ്നങ്ങളും ജനങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായി മാധ്യമങ്ങളിലൂടെ എത്തുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ഏറ്റവും ഒടുവിൽ സംഭവിച്ചാണല്ലോ ഈ ഒരു ആൾമാറാട്ടം കൃത്യമായി ഓരോ മിനിറ്റിലും ഈ വിമർശനങ്ങളും സർക്കാരിനെതിരായ പ്രശ്നങ്ങളും ഇങ്ങനെ സർവകലാശാലകളുടെ ഭരണത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനങ്ങൾ നിരവധിയുണ്ട്. ഇതെല്ലാം എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ മാധ്യമങ്ങൾ ഇത്രത്തോളം നമ്മുടെ ഇവിടെ വിജിലന്റായി നിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇനിയിപ്പം ന്യായീകരണം കൊണ്ട് വന്നാലും വേറൊരു തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ ചാനലായി. ഇപ്പോ പിന്നെ BJP പോലും രാഷ്ട്രീയ കക്ഷിക്ക് ഒരു ചാനലായി, കോൺഗ്രസിന് സ്വന്തമായ ഒരു ചാനലുണ്ട്, CPM സ്വയം ന്യായീകരിക്കാൻ വേറൊരു ചാനലുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അധികം ഒന്നും കളിക്കാൻ പറ്റത്തില്ല. ഇപ്പം CPM ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ ചാനലും BJPയുടെ ചാനലും രണ്ടും കൂടെ ചേർന്ന് ആക്രമിക്കും. അപ്പൊ ഈ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട്. കൃത്യമായ രേഖകൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ചില സോഷ്യൽ മീഡിയകൾ, രാഷ്ട്രീയ അനുഭവമുള്ള ചില സോഷ്യൽ മീഡിയകളും ഇതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട്. തീർച്ചയായും ഇവിടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ ഒട്ടനവധി നടന്നു. ഈ ഒരു രണ്ടാം പിണറായി സർക്കാരിന് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഞാനത് നോക്കുകയായിരുന്നു. അത് നോക്കുമ്പോൾ വലിയധികം നേട്ടം UDF ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശക്തമായ ഒരു സൂചന തന്നെയാണ്. സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്നു. പല പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം മാറുന്ന തരത്തിലേക്ക് വരുന്നു. വലിയ തോതിലുള്ള ഭൂരിപക്ഷം ഈ UDF ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അതൊക്കെ വലിയൊരു ജനങ്ങൾ നൽകുന്നൊരു ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു സൂചനയായിട്ട് നമുക്കതിന് കാണേണ്ടി വരും എന്നുള്ളതാണ്. അത് ഇടതുപക്ഷം അത് വിലയിരുത്താതെ പോകുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, കോടിയേരി പറഞ്ഞതുപോലെ ഇനിയെങ്കിലും ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായില്ലെങ്കിൽ ഈ ഒന്നും ഉരിയാടാതെ ഒന്നും മിണ്ടാതിരിക്കുന്ന മുഖ്യമന്ത്രി ഇനിയെങ്കിലും ചില കാര്യങ്ങളൊന്ന് തുറന്നു പറയാനും, അതുപോലെ ഈ അഴിമതി അടക്കമുള്ള കമ്മീഷൻ വാങ്ങുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ 40 ആണെങ്കിൽ ഇവിടെ 80 ആണെന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ ആ ഒരു കമ്മീഷൻ നിൽക്കുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അലംഭാവം, അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ വന്ദന പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ബോട്ട് ദുരന്തം ഉണ്ടായി. ഇവിടെ എന്താണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് ഇവിടെ വരുന്ന ദിവസങ്ങളിൽ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത കൂടി ഇനി വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവരെല്ലാം ഉറങ്ങുകയാണ്. എത്ര ഫയലുകളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഇതൊക്കെ തൂക്കി വെക്കാൻ ആണ് എന്നിപ്പം പ്രതിപക്ഷം പറയുന്നത്. കെട്ടിക്കിടക്കുകയാണ് സർക്കാർ ഓഫീസുകളിലെ ഫയലുകളും മറ്റും. ജനങ്ങളുടെ പല പ്രധാനപ്പെട്ട ആവശ്യങ്ങളും ഒന്നും നടപ്പാക്കാതെ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്, കൊട്ടാരം പോലെ. ഇതിനൊന്നും തീർപ്പ് കൽപ്പിക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം ഉയരുമ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്യേണ്ട കാലം കഴിഞ്ഞു സാർ. ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ, കോടതിയിൽ കേസ് പെൻഡിങ് ആയി കിടക്കുന്ന കാഴ്ചകൾ, ഇതൊക്കെ കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യം. ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനും സർക്കാരിനെ കൊണ്ടേ കഴിയുള്ളൂ. ഈ അടുത്ത സമയത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫയലുകളെല്ലാം തീർപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി ഓർഡർ ഇട്ടെങ്കിൽ പോലും ഇത് എത്രത്തോളം ഫലപ്രദമായി നടക്കുന്നുണ്ട്, നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്? ഒരു സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. അവരൊക്കെ തൽക്കാലത്തേക്ക് ഒരു പിന്നെ കതിരിൽ വളം വെക്കുന്ന പോലെ എന്തെങ്കിലും ചെറിയ പരിപാടികൾ ചെയ്ത് ഗിമിക്സ് കാട്ടി ജനങ്ങളെ ഒന്ന് മണ്ടന്മാരാക്കിക്കൊണ്ട് പോവുകയാണ്. ഇപ്പം ബോട്ട് ദുരന്തം ഉണ്ടായി, താനൂരിൽ ബോട്ട് ദുരന്തം ഉണ്ടായ സമയത്ത് തൽക്കാലം കുറച്ച് ബോട്ടുകളെ കുറിച്ച് പരിശോധിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇറക്കിക്കോ. ഇതാണ് അവസ്ഥ. ഇപ്പം ഒരു ഫുഡ് പോയിസന്റെ പ്രശ്നം ഉണ്ടായി, കുറച്ച് ദിവസം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിശോധന, വീണ്ടും പഴയ പോലെ അടച്ചുപൂട്ടിയ ഇതെല്ലാം പുതിയ പെയിന്റ് ഒക്കെ അടിച്ച് ലേബലൊക്കെ ഒട്ടിച്ച് പുതിയ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട് ആശുപത്രി സംരക്ഷണ നിയമവും കാര്യങ്ങളുമായിട്ട് വന്നു. ആ നിയമം കൊണ്ടുവരുന്നു. അതിന്റെ ബാക്കി എത്ര ഫോളോ അപ്പ് ഉണ്ടെന്നുള്ള അന്വേഷണം പിന്നെ നടക്കത്തില്ല സാറേ. ഇപ്പൊ ഞാൻ പിന്നെ എനിക്ക് നമ്മുടെ നാട്ടിലെ താലൂക്ക് ആശുപത്രികൾ നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ മതി. നമ്മുടെ നാട്ടിലിപ്പം തിരുവനന്തപുരത്താണെങ്കിലും എല്ലാം നമ്മൾ ആ താലൂക്ക് ആശുപത്രിയിൽ ഏത് സമയത്തും ആർക്കും കയറാം. അവിടെ ആകെപ്പാടെ ദുർബലനായ ഒരു സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടാവും. ഇതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താണ് അവിടെ ഉള്ളത്? പിന്നെ പ്രതിയും കൊണ്ടുവരുന്ന ഒരു പോലീസ് ജീപ്പ് ചിലപ്പോൾ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കിയിട്ടിരിക്കുന്ന കാണാമെന്നുള്ളതല്ലാതെ വേറെ ഒരു സെക്യൂരിറ്റി മെഷേഴ്സും അവർക്കില്ല. ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ തമാശയ്ക്ക് പറയാം, ഇനിയിപ്പം
ഇവരെല്ലാം ഓരോ തോക്കുമായിട്ട് വന്നിരിക്കുന്നതായിരിക്കും നല്ലത്. എത്ര സുരക്ഷാ ബില്ല് കൊണ്ടുവന്നാലും ശരി, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. ഇവരെല്ലാം കുറച്ച് ദിവസത്തേക്ക് പക്ഷെ ഇത് ദുരുപയോഗം ചെയ്യുന്ന മറ്റു വിഭാഗം ഉണ്ടായോ? എനിക്ക് തോന്നുന്നു സ്വകാര്യ മേഖലയിലടക്കം ഈ ഒരു നിയമം വെച്ചുകൊണ്ട് അവർ ദുരുപയോഗം തരത്തിൽ പോകുന്ന തരത്തിലേക്കും ഇനിയും കാര്യങ്ങൾ മാറും. പക്ഷെ അതും തടയപ്പെടണം. ജനങ്ങളുടെ സംരക്ഷണം. ഇപ്പോൾ ഈ തെറ്റ് ആരുടെ ഭാഗത്തു നിന്നും, ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഈ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും ഈ രണ്ടാം പിണറായി സർക്കാർ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം, എനിക്ക് തോന്നുന്നു 6 മാസം കഴിയുമ്പോൾ ഒരു മന്ത്രിസഭ പുനഃസംഘടന വരാനുള്ള സാധ്യതയുണ്ട്. KB ഗണേഷ് കുമാറും അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഹമ്മദ് ദേവർകോവിലും അതുപോലെ തന്നെ ആന്റണി രാജും അവരുടെ ഒരു ധാരണയുടെ പുറത്ത് അത്തരം ഒരു മാറ്റം വരും. ഒരുപക്ഷെ KB ഗണേഷ് കുമാറിനെ പോലെ ഒരു ഊർജ്ജസ്വലനായ ഒരു മന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പിലും ആ രീതിയിലൊരു കാസ്റ്റിംഗ് വേണമായിരുന്നു. അതിന് LDF അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇടതുപക്ഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിന് തുനിയോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിലും ആ രീതിയിൽ, വിദ്യാഭ്യാസ വകുപ്പിലും ആ രീതിയിലൊരു മാറ്റം വരണം. പിന്നെ അദ്ദേഹം വലിയ കാര്യമായിട്ടൊന്നും ഇടപെടുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് വലിയ പരാധീനതകളില്ലാതെ പോകുന്നുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പരാധീനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം, നമ്മൾ തുടക്കത്തിൽ ചില വിമർശനങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ വന്നു, ഇദ്ദേഹത്തിന് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ. പക്ഷേ കാര്യമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളെ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ഒരു നിശ്ചലമായ അവസ്ഥയിലാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയുന്നില്ല. ഈ പറഞ്ഞതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു കാഴ്ച ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ വലിയൊരു വികസനം അത്തരം മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? അതെ, തീർച്ചയായിട്ടും സാർ. ഉന്നത വിദ്യാഭ്യാസ മേഖല നന്നായിട്ടൊന്ന് പെരുമാറിയിട്ട് അതെങ്ങനെ ഈ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റികൾ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഒഴിയുന്നില്ലല്ലോ. ഈ വിവാദങ്ങൾ ഒഴിഞ്ഞിട്ട് വേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുക. എല്ലാ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതേസമയം കഴിഞ്ഞ തവണ ഇരുന്ന സംബന്ധിച്ച് KT ജില്ലയിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്തായാലും 3ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. മുന്നോട്ടോ പിന്നോട്ടോ എന്ന് പറയുമ്പോൾ അല്പം പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനൊന്ന് ബാലൻസ് ചെയ്ത് പറഞ്ഞതേ പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയെങ്കിലും മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ പോലെ ഒരു തിരിച്ചടി ഉണ്ടാവും. പ്രത്യേകിച്ചും വരുന്ന അടുത്ത വർഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിശക്തമായ ഒരു തിരിച്ചടി ഏറ്റുവാങ്ങാതിരിക്കണമെങ്കിൽ കണ്ണു തുറന്ന് ദേശീയ പാർട്ടി സ്ഥാനമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. അതെ. അപ്പം ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കോടിയേരി മാറി പുതിയൊരു CPM സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയൊരാൾ വന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലെല്ലാം ഏത് തരത്തിലുള്ള ഇടപെടൽ വരുമെന്നും എന്ത് മാറ്റം വരുമെന്നും നമുക്ക് കാത്തിരുന്നു. ചീഫ് എഡിറ്റേഴ്സ് കോളം പൂർണ്ണമാകും.